കൈഫ തറക്തും ഇബാദി, വൈകുന്നേരം കയറിപ്പോകുന്ന മലക്കുകളോട് അല്ലാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ട് വന്നത്? മഗ്രിബിന്റെ സമയത്താണ് അവർ കയറുന്നത്. അവർ പറയും അല്ലാഹ് വഹും യുസല്ലൂൻ, എല്ലാ വീടുകളും മഗ്രിബിന് കൂടണഞ്ഞു, എല്ലാ മക്കളും മഗ്രിബോടെ കൂടണഞ്ഞു, എല്ലാ പള്ളികളിലും ലൈറ്റ് തെളിഞ്ഞു. അല്ലാഹുവേ, പുരുഷന്മാരൊക്കെ പള്ളിക്കകത്ത് നിറയുകയാണ്, വുളുവെടുക്കാൻ മത്സരിക്കുമ്പോഴാ ഞങ്ങൾ വരുന്നത്. സ്ത്രീകളെല്ലാം പള്ളിക്കകത്ത് വീടിനകത്ത് ദിക്റും സ്വലാത്തുമായി കഴിയുമ്പോഴാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് അല്ലാഹ് വഹും യുസല്ലൂ, ഞങ്ങൾ വരുമ്പോൾ അവർ നിസ്കരിക്കുകയാണല്ലാ. ആതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോഴും നിസ്കരിക്കുകയാണ്. സുബഹിന്റെ സമയത്ത് അവർ വരികയാണ്, അപ്പോഴും നമ്മൾ മുസല്ലയിലാണ്. മഗ്രിബിന് അവർ കടന്നു പോവുകയാണ്, അപ്പോഴും നമ്മൾ മുസല്ലയിലാണ്. അല്ലാഹു തന്റെ അടിമകളെ കുറിച്ച് സന്തോഷ വർത്തമാനം പറയുന്ന നിമിഷമാണത്. നമ്മളെ കുറിച്ച് പറയുമോ? നമ്മളെ കുറിച്ച് പറയുമോ? ഇവിടെ എഴുന്നേറ്റ് പോയ മക്കളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞെന്തിനെന്നറിയോ? നൗഷാദ് ബാക്കവിയുടെ പ്രസംഗം കേട്ട് നന്നാവാനല്ല, മറിച്ച് ആ മക്കളെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്നത്. ഓരോ ഇൽമിന്റെ സദസ്സിലും കസേരയുടെ ചുറ്റും 10 മലക്കുകളുണ്ട്. ആ മലക്കുകൾ വന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ കൊണ്ട് രക്ഷപ്പെടട്ടെ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയത്, ഞാൻ ദീനീ ദഅവത്തിന്റെ വിപ്ലവം തീർത്തത്, എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്റെ വിരൽ തുമ്പ് പിടിച്ചിട്ട് ഇൽമിന്റെ മജ്ലിസിലേക്ക് എന്നെ കൊണ്ടിരുത്തുമായിരുന്നു. ആ മജ്ലിസിന്റെ മാലാഖമാരുടെ തലോടലും പ്രാർത്ഥനയുമാണ് എന്നെ ഇസ്സത്തോടുകൂടി എപ്പിച്ചതെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ, കൊണ്ടോടിയിൽ വന്ന് ചെറിയ മക്കളെ, വിദ്യാർത്ഥികളായ മക്കളെ, ഉമ്മാന്റെയും ഉപ്പാന്റെയും അടുപ്പിരിക്കുന്ന മക്കളെ, നിങ്ങൾ ഓടാതെ കുലുങ്ങാതെ ബഹളം വെക്കാതെ അടങ്ങിയിരിക്കാൻ പറയുന്നതിന്റെ പൊരുളെന്തെന്നറിയോ? അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന കിട്ടിയ മക്കളെ, അത് മതി ചിലപ്പോ നമുക്ക് രക്ഷപ്പെടാൻ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാൻ. മഹാനായ സരിയു സഖ്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഖബറിനെ കാണുന്നത് ഒരു കാണിക്ക വഞ്ചി പോലെയാണ്, ഒരു പണ്ടാരപ്പെട്ടി പോലെയാണ്. ഞാൻ ഖബറിനെ കാണുന്നത് ഒരു കാണിക്ക വഞ്ചി പോലെയാണ്. അതിനകത്തേക്ക് ഓരോ ദിവസം ചെയ്യുന്ന അമല് പൈസ ഇടുന്ന പോലെ. ഞാൻ ളുഹാ നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ് ഖബറിലേക്കുള്ളതാണ്, ബിസ്മിൻ ചൊല്ലി ഇടാൻ. മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ് ഖബറിനെ ഒരു പണ്ടാരപ്പെട്ടി പോലെ, കാണിക്ക വഞ്ചി പോലെ ചിന്തിച്ചിട്ട് അതിനകത്ത് ഓരോ ദിവസം പറ്റുന്ന അമലുകൾ ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത കുറേ അമലുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഖബറിൻ്റെ അകത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത്, 4-5 ദിവസം മുമ്പ് തിരുവനന്തപുരം വള്ളക്കടവിൽ നിന്ന് പെരിങ്ങമല സ്വദേശിയായ ഒരാളെ സഫീർ ഖാൻ മന്നാനി, ഞങ്ങൾ കുറച്ചാളുകൾ കൂടി പെരിങ്ങമല സജീബ് ഖാൻ എന്ന് പറയുന്ന സഹോദരൻ കൂടിയിട്ട് കൊണ്ടുവന്നു. ഒരു പ്രിയപ്പെട്ട ഉപ്പയെ, അദ്ദേഹം ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ച് നടക്കുന്ന, ആരുമില്ല നോക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അദ്ദേഹം, ഞാനവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു, ഉസ്താദ് 2 ദിവസം കൊണ്ട് ഓഫീസിൽ പറയുന്നുണ്ട് എനിക്കൊന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം, ഉസ്താദ് ആ നമ്പരൊന്ന് അടിച്ചു തരുമോ? ഞാൻ പറഞ്ഞു അടിച്ചു തരാം. അങ്ങനെ മൊബൈൽ എടുത്തിട്ട് നമ്പർ പിന്നെ ഡയൽ ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് എന്തോ ഒരു സന്തോഷം. ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതിന് പരിധിയുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫോൺ കൊടുത്തു. എന്തൊരു സന്തോഷം മുഖത്ത്. അതിൻ്റെ പരിസരത്ത്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവരൊന്ന് വിളിച്ച്, അദ്ദേഹത്തിനൊരു ചെറിയ താമസിക്കുന്നൊരു വീട്ടിലെന്തോ സാധനങ്ങൾ, വയർ, കറണ്ട്, ലൈറ്റ്, ഗ്യാസൊക്കെ ഉണ്ട്, ആരുമില്ല നോക്കാൻ. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി. എന്ത് രസമാണ്. ഞാൻ ആ ഫോൺ കൊടുത്തിട്ട് കുറച്ച് മാറി നിന്നു, എന്തോ കുറേ നേരം സംസാരിച്ചു. അത് എനിക്കെൻ്റെ ഖബറിലേക്കുള്ള സമ്പാദ്യമായിട്ടാണ് ഞാൻ കരുതിയത്. ആരുമില്ലാത്ത ആ പാവപ്പെട്ടവനൊരു ആശ്വാസം. നമ്മുടെ ജീവിതത്തിൽ വഴി നടന്നു പോകുമ്പോൾ ഒരാളുടെ ബൈക്ക് പഞ്ചറായി, ഒന്ന് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് സഹായിച്ചു കൊടുക്കുക, അല്ലാതെ ഇറങ്ങിയിട്ട് മറ്റേ ടയറും കൂടെ കുത്തിപ്പിടിച്ചിട്ട് ഓടുകയല്ല. പിന്നെ ഒരാൾ വീണ് കിടക്കുന്നു, എടുത്തു കൊടുക്കുക, ആക്സിഡൻറ്റ് പറ്റി ഓടിപ്പോയെടുക്കുക. സ്ത്രീകൾ വീണാൽ മാത്രമല്ല എടുക്കുക, പുരുഷന്മാർ വീണാലും എടുക്കാം. എടുത്ത് ആശുപത്രി കൊണ്ടുപോകാം, മരുന്ന് കൊടുക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നല്ല നീയത്തോടെ എൻ്റെ ഖബറിലേക്ക്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ, ഇന്നത്തെ നമ്മുടെ ശഅബാൻ്റെ ഈ രാത്രിയിൽ അള്ളാഹുവെ ഇവിടെ ചെലവഴിക്കുന്ന ഈ 2 മണിക്കൂർ എൻ്റെ ഖബറിലേക്ക്, ഖബറാകുന്ന പെട്ടിയിലേക്ക് ഞാൻ ഇട്ട് വെക്കുന്ന ഒരു സമ്പാദ്യമാണ്. മരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞായിരിക്കും മരിക്കുക, ചിലപ്പോൾ നാളെ ആയിരിക്കും, പറയാൻ പറ്റില്ല, അതെപ്പോഴും നടക്കാമല്ലോ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് മരിക്കുമ്പോൾ ശഅബാൻ്റെ ഈ രാത്രിയിൽ ഇരുന്നതിൻ്റെ കൂലി എൻ്റെ ഖബറാകുന്ന കാണിക്കപ്പെട്ടിക്കകത്ത് ഉണ്ടാവണം. അതങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടു, എല്ലാം അങ്ങനെ ഇട്ട് വെക്കുക. തലമറക്കുന്നത്, ആഡംബരമുള്ള വലിയൊരു കല്യാണം, എല്ലാവരും മോഡൽ വസ്ത്രം ധരിച്ചു പോകുന്നു. ഞാൻ എന്തായാലും എൻ്റെ അള്ളാഹുവിനെ ഭയക്കണം. പണം കണ്ടും ആഹാരത്തിൻ്റെ വലിപ്പം കണ്ടും ഗമ കണ്ടും ഞാൻ മാറാൻ പാടില്ല. നല്ല വസ്ത്രം ധരിച്ചു പടച്ചോനെ, ഇതെൻ്റെ ഖബറിലേക്കുള്ള എൻ്റെ ഒരു ജിഹാദാണ്. എല്ലാവരും എന്നെ കളിയാക്കും,
മയ്യത്ത് പോലെ എന്തിനാടി കല്യാണത്തിനൊന്നൊക്കെ പറയും. സാരമില്ല, അൽഹംദുലില്ലാ, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഇതുപോലെയല്ലേ പൊതിയുന്നത്, അവിടെ എനിക്ക് എൻ്റെ കൂലി കിട്ടണം. അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ അമൽ അങ്ങനെ നിങ്ങൾ സ്വീകരിക്കും. ഓരോ അമൽ എങ്ങനെ ചെയ്യും. അസീം ബാക്കവിനോട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ മക്കളെ ആഫുദു ആലിമാക്കണം, ഉസ്താദ് ദുആ ചെയ്യണം. അദ്ദേഹത്തിന് ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കാനാണ്. ദുനിയാവിൽ എന്തൊക്കെ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാം. സ്നേഹസാഗരത്തിന് മുടക്കിയ ഫണ്ട് എടുത്തിട്ട് എനിക്ക് ബിസിനസ് തുടങ്ങിക്കൂടെ, വലിയ വലിയ പദ്ധതികൾ തുടങ്ങിക്കൂടെ, ഷോപ്പിംഗ് മാളിൽ പാർട്ണർഷിപ്പ് ആയിക്കൂടെ, റഹ്മാനിയ കോളേജിന് ചെലവഴിക്കുന്ന പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാം. ഇവിടുത്തെ നിങ്ങളുടെ ഫിറോസ് ഖാൻ കൺവീനർ റഹ്മാനിയക്ക് മാസം കൊടുക്കുന്ന പൊട്ടുപൊടിയും അരിപ്പൊടിയും അതെടുത്ത് അദ്ദേഹത്തിന് കടയിൽ കൊടുത്താൽ അതിൻ്റെ പൈസ അദ്ദേഹത്തിന് കിട്ടൂലേ. പക്ഷേ നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, നമുക്ക് ആഖിറമുണ്ട്, നമുക്ക് ഖബറുണ്ട്, നമ്മൾ മരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ഈ മജ്ലിസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? 10-18 ആടുകളെ നിങ്ങളിവിടെ കൊടുത്തു, സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈമാനുള്ളതുകൊണ്ടാണ്, ഒരു രസത്തിനല്ല. മട്ടൻ കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ആട് വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. ആലങ്കോട് ഹോട്ടലിൽ പോയാൽ ധാരാളമായിട്ട് കഴിക്കുക, എല്ലാ ഹോട്ടലിലും ഉണ്ട്, ഇഷ്ടംപോലെ കഴിക്കാം. പക്ഷെ അതല്ല, നമ്മൾ അതിനല്ല. ഇത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തുണ്ട്, അതിലൊരു വിശ്വാസമുണ്ട്. ആ സ്വലാത്തിൽ നമ്മൾ കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമുക്കതിന് കൂലിയുണ്ട്, ആ ദുആയിന് ഇജാബത്തുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊരു കൂലിയുണ്ട്, അരിയും ആടും ഒക്കെ കൊടുക്കുന്ന അതുകൊണ്ടാണ്, ആ വിശ്വാസം കൊണ്ടാണ്, അല്ലാതെ ഒരു പ്രഹസനത്തിനല്ല. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനും ഉണ്ടാവണം. സരിയു സക്കത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എൻ്റെ ഉസ്താദ് ദർസ് മുടക്കൂലല്ലോ. രാവിലെ സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ എല്ലാ ദിവസവും 10 മണി വരെ ദർസ്, അല്ലെങ്കിൽ 9 മണി വരെ എല്ലാ ദിവസവും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, പണ്ടൊക്കെ ഒരു ഉസ്താദാണ് ഒരു ദർസിൽ, ഈ ഇരിക്കുന്ന ഉസ്താദ്മാർക്കൊക്കെ അത് തന്നെ ആയിരിക്കും അനുഭവം. 10, 20, 25, 30 വിദ്യാർത്ഥികളുണ്ടാവും. ആ വിദ്യാർത്ഥികൾക്ക് സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ വല്ലാഹി ഞാൻ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അൻവർ ഉസ്താദ് ഒന്ന് ഉറങ്ങിയിട്ടില്ല, ഒന്ന് സമാധാനമായിട്ട് കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോയിട്ടില്ല, ഒക്കെ ദർസാണ്. ആ വർഷം ഞാൻ പഠിക്കുന്ന എല്ലാ വർഷങ്ങളിലും ഞാൻ ഇപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. സുബഹി കഴിഞ്ഞ് തുടങ്ങിയാൽ സുബഹിക്ക് ശേഷം ഒരു ചെറിയ ഉറക്കമുണ്ട്. എപ്പോഴാണ്? ഒരു 7 മണിക്കാവുമ്പോൾ ഒരു അരമണിക്കൂർ ഉറങ്ങും. അതിന് മുമ്പ് ഒരു തജ്വീദിൻ്റെ ക്ലാസ്. അത് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് ക്ലാസ് തുടങ്ങിയാൽ ളുഹർ വരെ അടുത്ത ക്ലാസ്, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ അസ്ർ വരെ അടുത്ത ക്ലാസ്, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുക, ഹൗദ് കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉസ്താദ് ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യും. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിന് നാളത്തേക്കുള്ള വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ നോക്കി വെക്കണം. അതിന് ഇടയ്ക്ക് ഏതെങ്കിലും വലിയ കിതാബിൻ്റെ ഉസ്താദുമാരുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് ഉണ്ടാവും, നാട്ടിലെ മക്കൾക്ക് ക്ലാസ് ഉണ്ടാവും. 6-7 വർഷം ഞാൻ പഠിച്ചപ്പോൾ മുഴുവൻ സമയവും ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അങ്ങനെയായിരുന്നു. ഇപ്പോഴും വിശ്രമിക്കുന്നില്ല. അത് ഇൽമിൻ്റെ സുഖമാണ്. KP ഉസ്താദാണെങ്കിലും കുളപ്പുറ ഉസ്താദാണെങ്കിലും ദറസിനോടുള്ള ഇഷ്ടം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ, ഇന്നലെ ഇവിടെ ആദരവ് കൊടുത്ത താജുദ്ദീൻ ഉസ്താദ്, അവർക്ക് ഇൽമിലേക്ക് ലയിച്ചു പോയ വിശ്രമമില്ല. ജിഫ്രി തങ്ങൾ, നിങ്ങൾ ആലോചിക്കുക, സമസ്തയുടെ പ്രസിഡൻ്റാണ്, എന്തൊക്കെ പരിപാടികൾ, എത്രയൊക്കെ ഓട്ടങ്ങൾ ചോദിച്ചു നോക്ക്. ദറസ് മുടക്കൂല എന്ന്, ഒരു ദിവസം ദറസ് മുടക്കൂല. തിരുവനന്തപുരത്തേക്ക് പരിപാടിക്ക് വിളിക്കുമ്പോൾ പറയും, ബാക്കവി ദറസ് മുടക്കിയിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രയാസമാണ്, ആലോചിച്ച് നോക്ക്. അവരങ്ങനെ ജീവിച്ചിട്ടാണ് അള്ളാഹിൻ്റെ സ്വർഗം കണ്ട് മരിക്കുന്നതെങ്കിൽ നമുക്കെന്തുണ്ട്? 5 വക്തത്തെ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന 10 മിനിറ്റ് പോലും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ത്യാഗമാണെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മരണം? പടച്ചോനെ.